കഴിഞ്ഞ 10 കൊല്ലമായി കൊല്ലത്തിനൊരു ഇരട്ട മുഖമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്കൊടി പാറിക്കും, എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ ചേർത്ത് പിടിക്കും. ഇക്കുറി താരപ്രഭയിലാണ് കൊല്ലം ഇലക്ഷൻ നടക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായി നടൻ G കൃഷ്ണകുമാറിനെ പ്രഖ്യാപിച്ചതോടെ സിനിമാ താരങ്ങളുടെ ഒരു ഏറ്റുമുട്ടലിനാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി നടൻ മുകേഷ് ഏതു വിധേനയും മണ്ഡലം പിടിക്കുമെന്നുറപ്പിച്ചാണ്. 10 കൊല്ലമായി കയ്യിലിരിക്കുന്ന മണ്ഡലം വിട്ടുകൊടുക്കില്ലെന്നാണ് RSPയുടെ NK പ്രേമചന്ദ്രന്റെ വാശി. വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന MP-യും സിറ്റിംഗ് MLA-യും സോഷ്യൽ മീഡിയയിൽ താരമായ നടനും സ്ഥാനാർത്ഥികളാകുമ്പോൾ വാശിയേറിയ മത്സരം ഉറപ്പാണ്. കൃഷ്ണകുമാറിലൂടെ ഭൂരിപക്ഷ സമുദായ വോട്ട് പരമാവധി സമാഹരിക്കാനാകുമെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷം വോട്ടാണ് BJPക്ക് ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1.25 ലക്ഷവും. ഇത് പരമാവധി വർദ്ധിപ്പിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ ദൗത്യം. ഭൂരിപക്ഷ സമുദായത്തിന്റെ മണ്ഡലത്തിലെ സ്വാധീനം ഗുണം ചെയ്യുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. എന്നാൽ അടിസ്ഥാന വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകില്ലെന്നാണ് LDF UDF മുന്നണികളുടെ വിലയിരുത്തൽ. സിറ്റിംഗ് MP NK പ്രേമചന്ദ്രനും കൊല്ലം MLA-യും നടനുമായ M മുകേഷും പ്രചാരണത്തിൽ ബഹുദൂരം പിന്നിട്ട് കഴിഞ്ഞു. എതിരാളികളായി താര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് തങ്ങളുടെ ജയത്തെ ബാധിക്കില്ലെന്നാണ് UDF പറയുന്നത്. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായ NK പ്രേമചന്ദ്രന് മണ്ഡലത്തിലുള്ള സ്വീകാര്യത വോട്ടായി മാറുമെന്നത് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 95,000 വോട്ടിന്റെ ഭൂരിപക്ഷം നിലനിർത്തി പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് LDF ക്യാമ്പിന്റെ ഒരു കണക്കുകൂട്ടൽ. മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ വോട്ടായി മാറുമെന്നും അവർ വിലയിരുത്തുന്നു. കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങളുടെ ഒരു നേർചിത്രമാകുമെന്നത് ഉറപ്പായ കാര്യമാണ്. CPM-ന് അത്രയും വേരോട്ടമുള്ള ഒരു മണ്ണിൽ ഇനിയൊരു തോൽവി, പ്രേമചന്ദ്രന്റെ ഒരു ഹാട്രിക് വിജയം, അതൊന്നും ഇടതുപക്ഷത്തിന് ഇനി ആലോചിക്കാനേ കഴിയില്ല. കൊല്ലത്ത് പാർട്ടിക്കപ്പുറം ജനകീയരാണ് പ്രേമചന്ദ്രനും മുകേഷും. പ്രേമചന്ദ്രന് രാഷ്ട്രീയം മാത്രമാണ് തട്ടകമെങ്കിൽ മുകേഷിന് രാഷ്ട്രീയത്തിനപ്പുറം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ ഒരു മേധാവിത്വമുണ്ട്. 2014-2019 തെരഞ്ഞെടുപ്പുകളിൽ CPM-ന്റെ MA ബേബിയെയും KN ബാലഗോപാലിനെയും പരാജയപ്പെടുത്തിയാണ് പ്രേമചന്ദ്രൻ കൊല്ലം പിടിച്ചെടുത്തത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രങ്ങൾ CPM-ന് അത്ര പെട്ടെന്നൊന്നും മറക്കാനുമാകില്ല. അതുവരെ RSP സ്ഥാനാർത്ഥികളിലൂടെയും അവരുടെ പിന്തുണയോടെയും ഒക്കെ CPM-ന് ലഭിച്ചിരുന്ന സീറ്റ് മുന്നണി മാറ്റത്തിലൂടെ UDFന്റെ കയ്യിലെത്തുന്നത് അല്പം ഞെട്ടലോടെയാണ് പാർട്ടി കണ്ടുനിന്നത്. തൊട്ടുമുന്നത്തെ LDF മന്ത്രിസഭയിൽ മന്ത്രി കൂടിയായിരുന്ന പ്രേമചന്ദ്രനാണ് 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു കയറിയതെന്നത് ആ വേദനയുടെ നീറ്റൽ കൂട്ടി. കുണ്ടറയിലും അഞ്ചാലുമൂട്ടിലും തേവലക്കരയിലും നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ആവർത്തിച്ച് നടത്തിയ പരനാറി പ്രയോഗം സംസ്ഥാനത്ത് മുഴുവൻ വലിയ ചർച്ചയായി. CPM-ന്റെയും CPI-യുടെയും ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വോട്ടുകൾ ചോരാൻ ഇത് പിന്നീട് വഴിവെച്ചുവെന്നാണ് വിലയിരുത്തപ്പെട്ടത്. 2014 CPM-ന്റെ കരുത്തനായ നേതാവ് MA ബേബിക്ക് ജില്ലയിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. തീർന്നില്ല, 2019 പാർട്ടിയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാലിനെയും പ്രേമചന്ദ്രൻ അടിയറവ് പറയിച്ചു. MA ബേബിക്കും KN ബാലഗോപാലിനും കഴിയാത്തത് M മുകേഷിന് സാധിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. സാക്ഷാൽ ഷിബു ബേബി ജോൺ RSP സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്. എന്ത് വില കൊടുത്തും മണ്ഡലത്തിൽ RSPയുടെ കൊടി പാറിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷിബു ബേബി ജോൺ. അതേസമയം ജില്ലയിൽ RSPക്ക് പഴയ പ്രതാപമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനം സൂചിപ്പിക്കുന്നത്. RSPയുടെ അധികായനായ നേതാവ് ബേബി ജോണിന്റെ മകനും പാർട്ടിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയുമായ ഷിബു ബേബി ജോണിന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവികൾ അതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാം. പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ RSPയും UDFും പിടിച്ചു നിൽക്കുന്നത്. പ്രേമചന്ദ്രന്റെ നിഷ്പക്ഷ വോട്ട് ബാങ്ക് പൊളിക്കുക എന്നതാണ് CPM-ഉം BJP-യും ലക്ഷ്യമിടുന്നത്. അതിലവർ വിജയം കാണുമോ എന്നത് കണ്ടറിയണം.